ഹായ് ഫ്രണ്ട്സ്, ന്യൂ വയനാട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവനും ബീറ്ററും മെഷർമെൻറ്റ് കപ്പും വിസ്കും കേക്ക് ടിന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് കാണാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പ്ലം കേക്കാണ്. വളരെ ടേസ്റ്റിയായ പ്ലം കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. 1/2 കിലോയുടെ കേക്കാണ്. സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള പാത്രം മതി. കേക്ക് ടിന്നായി ഉപയോഗിക്കാം. അത് സ്റ്റീലായാലും അലൂമിനിയം ആയാലും കുഴപ്പമില്ല. കേക്കിൻ്റെ എത്ര വലിപ്പമുള്ളതായിരിക്കണം. അളവുകളൊക്കെ നമുക്ക് ഏകദേശം അറിയാമല്ലോ, അതുപോലെ എടുത്താൽ മതി. ചായ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ഫുള്ളല്ല, വടിച്ചെടുത്താൽ മതി. 1/2 കിലോ കേക്കിന് കറക്റ്റ് അളവാണ്. അതായത് ആ ഗ്ലാസ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സാണ്. ഇതിനാണ് 1.5 ഗ്ലാസ് എടുക്കേണ്ടത്. വടിച്ചെടുക്കണം, ഫുള്ളല്ല. വലിയ ഗ്ലാസ് എടുക്കരുത്, ചായ ഗ്ലാസ് തന്നെ എടുക്കണം. ഹോട്ടലിൽ കാണുന്ന ചായ ഗ്ലാസ് കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഗ്ലാസ്. ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ 1.5 കപ്പും 1/2 കപ്പും 1/4 കപ്പും ഒക്കെ എടുക്കാം. കറക്റ്റ് അളവായിരിക്കും. അതുപോലെ 1/2 ടീസ്പൂണും 1/4 ടീസ്പൂണും അറിയാമല്ലോ, അതിൽ കൂടുതൽ പാടില്ല. അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, ശ്രദ്ധിച്ചെടുത്താൽ മതി. മെഷർമെൻറ്റ് കപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോകാം. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വളരെ ടേസ്റ്റിയായ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ ചായ ഗ്ലാസ് ഇതാണ് കേട്ടോ. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ്, കണ്ടില്ലേ? ഓക്കെ. 1/2 കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മൈദ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 2 കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് ഓയിൽ. അത് കൂടാതെ അതിന് കുറച്ച് എസൻസുകൾ ആവശ്യമുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ്, ടീസ്പൂൺ വെച്ചിട്ട് പ്ലം എസൻസും മിക്സഡ് ഫ്രൂട്ട് എസൻസും ഓറഞ്ച് എസൻസും ഇതിൽ ചേർക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് വാനില എസൻസ് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. ഷുഗർ കാരമലിന് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. കാഷ്യൂ, മുന്തിരി, ടൂട്ടി ഫ്രൂട്ടി ഇത് ഞാൻ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. 1 മണിക്കൂറായതാണ്. 2 പട്ട, 2 ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി പഞ്ചസാരയിട്ട് പൊടിച്ചെടുത്താണ്. 1 നുള്ളു ഉപ്പ്, മധുരം. ആദ്യം തന്നെ ഷുഗർ കാരമൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഷുഗർ എടുത്ത് കാരമൽ ഉണ്ടാക്കാം. വെക്കണം. ഫസ്റ്റ് നമുക്ക് പഞ്ചസാര ചെറുതായിട്ട് അലിഞ്ഞ് കഴിഞ്ഞ് കാരമൽ കളർ ആവുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് എടുക്കാം. കാരമൽ ചെയ്യാം. കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഈ 1/2 കപ്പ് വെള്ളം 1/4 കപ്പ് ആകുന്നത് വരെ നല്ലതുപോലെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മളുടെ കാരമൽ റെഡിയായി. ഇനി തണുക്കാൻ വയ്ക്കാം. അര കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പൊടി 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചതാണ്. മുന്തിരി, അണ്ടിപ്പരിപ്പ്, ടൂട്ടി ഫ്രൂട്ടി എല്ലാം
മിക്സ് ചെയ്ത് വെച്ചതാണ് ഈ നാരങ്ങ ജ്യൂസിൽ. അതെല്ലാം എടുക്കുകയാണ്, അരിച്ചെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബാറ്ററിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുമ്പോൾ അതിൻ്റെ അകത്തേക്ക് അടിഭാഗത്ത് ഇങ്ങനെ താഴ്ന്നു പോകാതിരിക്കാനാണ് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നത്. 2 കോഴിമുട്ട പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. ഞാൻ ഇത് വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. നല്ലതുപോലെ പതഞ്ഞ് വരണം, നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. മുട്ടയൊക്കെ റെഡിയായി ബീറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ബീറ്റ് ആക്കുക. ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായും പൊടിച്ച് വെച്ച പഞ്ചസാരയും കുറച്ചിട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ച് വെച്ചാണ് അത് ഇതിലേക്ക് ഇടുകയാണ്. ഒരു ടീസ്പൂൺ എസൻസ് ഒഴിക്കുകയാണ്. ഇതിലേക്ക് കാരമലും കൂടി ഒഴിക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 തവണ അരിച്ചെടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇടുകയാണ്. ഇനി നമുക്ക് കേക്ക് ടിൻ റെഡിയാക്കാം. അതിനു വേണ്ടി ഞാനൊരു കേക്ക് ടിന് ആയിട്ട് എടുക്കുന്നതാണിത്. അതിലേക്ക് കുറച്ച് ഓയിൽ തടവി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം മൈദമാവിട്ട് തട്ടി ഒന്ന് എടുക്കണം. ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ കുക്കറിലാണ് വെക്കുന്നത്. ഇതിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ്. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ബാറ്ററിനെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് ടാപ്പ് ചെയ്യണം. കുക്കർ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി കേക്ക് ടിൻ വെക്കണം. കുക്കറിൽ അതിൻ്റെ ഉള്ളിൽ റിങ്ങാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ബാറ്റർ വെച്ച് കൊടുക്കുകയാണ്. കേക്ക് ടിൻ വെച്ച് കൊടുക്കുകയാണ്. വിസിൽ ഒഴിവാക്കുന്നുണ്ട്. ഇതിൻ്റെ വാഷർ എടുക്കുന്നില്ല, അങ്ങനെ തന്നെയാണ് അടച്ചു വയ്ക്കുന്നത്. ഇനി ഒരു 40-45 മിനിറ്റ് കഴിഞ്ഞാൽ എടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരു 45 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം. അതുവരെ വെയിറ്റ് ചെയ്യും.
45 മിനിറ്റ് ആയിട്ടുണ്ട്. കുക്കർ ഓഫ് ചെയ്യാണ്. തുറന്ന് നോക്കട്ടെ. കുത്തി നോക്കട്ടെ. കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. കത്തിയിലൊന്നും പിടിച്ചിട്ടില്ല. ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇറക്കി വയ്ക്കാം. ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്യട്ടെ. ഭയങ്കര ചൂടാണ്. ഇപ്പോൾ എടുത്തിട്ടല്ലേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കഴിക്കാം. കുക്കറിൻ്റെ ഉള്ളിൽ കരിഞ്ഞൊന്നും പിടിച്ചിട്ടില്ല. ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. എടുക്കട്ടെ. ഇനി നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം വെന്തിട്ടൊക്കെ ഉണ്ട്. ഇതാ നല്ല സ്പോഞ്ച് പോലത്തെ പ്ലം കേക്ക്. ഇത് പാത്രമൊന്നും അടി പിടിച്ചിട്ടില്ല കേട്ടോ. കേക്ക് ടിന്നിൻ്റെ പാത്രം ഇതാ അടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റിയായ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. ഇതാട്ടോ വളരെ സോഫ്റ്റായ കേക്കാണ്. ഇതാ കണ്ടില്ലേ? ഓവനും ബീറ്ററും വിസ്കും മെഷർമെൻറ്റ് കപ്പും ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ അടിപൊളിയായ കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ? ഇത് ഇന്ന് എടുക്കരുത്. 2 ദിവസം കഴിഞ്ഞ് എടുത്താൽ കേക്ക് നല്ല സോഫ്റ്റായി വരും. നല്ലതാണ്. ഇരിക്കുന്നതോറും നന്നാവുക ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും അളവുകളില്ലാതെ നമുക്ക് വളരെ രുചിയുള്ള കേക്ക് ഉണ്ടാക്കാൻ കഴിയും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ലൈക്കും കമൻസും ഇടാൻ മറന്നു പോകരുത്. ഓക്കെ, ബൈ.